വില്ലന്റെ പ്രണയം. രചന ലേഡി ഹിറ്റ്ലർ. അവതരണം അഷിക. ഏറെ നേരത്തിന് ശേഷം അയാൾ കണ്ണുകൾ തുറന്നു. കുറച്ചു മുമ്പ് ആരോ തലക്കടിച്ച് വീഴ്ത്തിയത് ഓർമ്മ വന്നതും ഞെട്ടിച്ചുറ്റും നോക്കി താൻ കസേരയിൽ ബന്ധിതനാണെന്ന് ഞെട്ടലോടെ മനസ്സിലാക്കി ഈശ്വർ അവനരികിൽ മറ്റൊരു കസേര വലിച്ചു നീക്കിയിട്ട് അയാളുടെ മുഖത്ത് നിന്നും പ്ലാസ്റ്റർ വലിച്ചു മാറ്റി ചില ചോദ്യം അതിനുള്ള മറുപടി തന്ന നിങ്ങൾക്ക് പോകാം. ഒരു പോറൽ പോലും ഏൽക്കാതെ അയാൾ അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. ചോദ്യം നമ്പർ 1. നിലയും താനും തമ്മിലുള്ള ബന്ധം. നിലയുടെ പേര് കേട്ടതും അയാൾക്ക് ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല. അവൾ എനിക്ക് മകളെ പോലെയാണ്. ഈശ്വരന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. കാരണം അയാളുടെ മലയാളത്തിൽ ചെറുതായി ഹിന്ദി കലർന്നിരുന്നു. എന്താണ് ഈശ്വർ? ഒരു സംശയം പോലെ അവന്റെ കൃഷ്ണമണി ചുരുങ്ങി. നിന്നെ എനിക്ക് എങ്ങനെ അറിയാം എന്നായിരിക്കുമല്ലേ? അല്ല, നിന്റെ വാലെവിടെ? അഖില്. അവനപ്പോഴും അയാളെ നോക്കിയിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? നമ്മൾ തമ്മിൽ മുംബൈയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ അഹമ്മദ് ഷാൻ, ശിവാനിയുടെ ഓളിനോൾ. അവന്റെ കണ്ണുകൾ വികസിച്ചു. നിന്റെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടായിരിക്കും. അതിനുള്ള മറുപടി അവൾ തന്നെ തരുന്നതായിരിക്കും നല്ലത്. അവൻ അയാളുടെ കൈകൾ ഫ്രീ ആക്കി വണ്ടിയുടെ കീ എടുത്ത് പുറത്തേക്കിറങ്ങി. നീ എവിടേക്കാണ്? അവളുടെ വീട്ടിലേക്ക്. ഇപ്പോഴോ? സമയം എത്രയാന്ന് വല്ല ബോധമുണ്ടോ? അഗി, എന്നെ തടയണ്ട. എനിക്ക് സത്യം അറിയണം. അതിന് രാത്രിയെന്നോ പകലൊന്നോ ഞാൻ നോക്കാറില്ല. അവനെ തടഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ട് അവനും കൂടെ കയറി. വീട്ടിലേക്ക് വന്നു കയറിയെന്നില്ല. എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയായിരുന്നു. സൂര്യ അരികിൽ വന്നിരുന്നതൊന്നും അവൾ അറിഞ്ഞില്ല. അവളുടെ അച്ഛനും അമ്മയും അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ ഒരു ബന്ധുവിനെ കാണാൻ പോയതുകൊണ്ട് സൂര്യ നിലയുടെ വീട്ടിലാണ്. എന്തു പറ്റി നിനക്ക്? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നുമില്ലടാ, വാ നമുക്ക് കിടക്കാം. കിടക്കാൻ തുനിഞ്ഞതും വാതിൽ ശക്തമായ മുട്ടുകിട്ടു. എല്ലാവരും എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു. സംശയത്തോടെ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് എല്ലാവരും ഒന്ന് പകച്ചു. ഈശ്വറും അഖിലും. ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ ഈ സമയത്ത്? ഞാൻ ചോദിച്ചു. എനിക്കൊരു കാര്യം അറിയണം. ഈശ്വർ രാമന് നേരെ തിരിഞ്ഞു ചോദിച്ചു. വീട്ടിലുള്ളവരെ ഈശ്വറിൻ്റെ അഖിയുടെ ഫോട്ടോ കാണിച്ചിരിക്കുന്നതിനാൽ അവർക്ക് ഈശ്വറിനെ മനസ്സിലായിരുന്നു. അഖിലപ്പോഴും അവനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, അറിയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. സഹികെട്ട് അയാൾ അനുവാദം കൊടുത്തു. പറയൂ, ഇവൾ നിങ്ങളുടെ മകൾ നിലയാണോ? ഈശ്വർ നിന്ന് ചീറി. എല്ലാവരും പതറി. നിലയുൾപ്പെടെ. സൂര്യ എല്ലാവരെയും മാറി മാറി നോക്കി. രമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈശ്വർ പിന്നെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. പൊടുന്നനെ, അല്ല, ഇവൾ ഞങ്ങളുടെ മകൾ നിലയല്ല. നിലയുടെ അച്ഛൻ അവരുടെ നേരെ അലറിക്കൊണ്ട് പറഞ്ഞു. ഒരു ഞെട്ടലോടെയാണ് സൂര്യ അഖിലും അത് കേട്ടത്. എല്ലാവരുടെയും കണ്ണുകൾ എനിക്ക് നേരെ നീണ്ടു. നീ നിലയല്ലെങ്കിൽ എന്റെ നില എവിടെ? പറ, എന്താ അവൾക്ക് സംഭവിച്ചത്? നീ അവളെ കൊന്നോ? നിനക്കെങ്ങനെ അവളുടെ മുഖം ലഭിച്ചു? പറയേ. സൂര്യ അവളുടെ തോളിൽ പിടിച്ചലറി. നിലയാകെ തളർന്ന അവസ്ഥയിലായി. 3 വർഷങ്ങൾക്ക് മുമ്പ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഈ ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ശിവാനി സിൻഹ. ഞാൻ പറഞ്ഞു. ഈശ്വറിന്റെയും അഖിലിന്റെയും ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചു. ബ്ലൂ കിങ് എന്ന ലോകപ്രശസ്തമായ ഹോട്ടലിന്റെ ചുവന്ന പരവതാനിയിൽ കൂടി നടന്നു വരുന്ന ശിവാനിയുടെ മുഖം അവരുടെ ഉള്ളിൽ കൂടി മിന്നിമാഞ്ഞു. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ശിവാനിയാണെങ്കിൽ നില എവിടെ? 3 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടതാരാ? നിങ്ങൾക്കെങ്ങനെ നിലയുടെ മുഖം ലഭിച്ചു? അഖിൽ ചോദിച്ചു. ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. നിലയുടെ അച്ഛൻ പറഞ്ഞു. എൻ്റെ മോൾ നില, അവളൊരു പാവമായിരുന്നു. എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞുമാറി നടക്കുന്ന ഒരു പ്രകൃതക്കാരി. അത് കേട്ടതും അവൻ ഉണ്ണിത്താൻ പറഞ്ഞതോർത്തു. എന്നിട്ട് നിലയെ നോക്കി. അവൾ അപ്പോഴും സൂര്യയെ നോക്കി നിൽക്കുമായിരുന്നു. വർഷങ്ങൾക്ക് പുറകിലേക്ക് അവരുടെ ഓർമ്മകൾ സഞ്ചരിച്ചു. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഞങ്ങളോട് തോരാതെ സംസാരിക്കും. ഒരു ചെറുപ്പക്കാരനോട് തോന്നിയ ഇഷ്ടം പോലും ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു. അതും പറഞ്ഞ് ആ വൃദ്ധ ദമ്പതികൾ കണ്ണു തുറച്ചു. 3 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു രാത്രി ഞങ്ങൾക്ക് അവളെ നഷ്ടമായ നഷ്ടരാത്രി. അയാളുടെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് ചലിച്ചു.
3 വർഷങ്ങൾക്ക് മുമ്പ്. അച്ഛാ, മറ്റന്നാളാണ് കോൺവൊക്കേഷൻ ഡേ. നിങ്ങൾ രണ്ടും വരണം. നില പതിവിലും സന്തോഷത്തോടെ അവരോട് പറഞ്ഞു. ഞങ്ങൾ വരാം. കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ട് ഫോൺ വെച്ചു. എന്താ ചേട്ടാ വിശേഷിച്ച്? രമ കയ്യിലെ വെള്ളം സാരിത്തലപ്പിൽ തുറച്ച് അവിടേക്ക് വന്നു. മോളുടെ കോളേജിൽ കോൺവൊക്കേഷൻസ് പ്രോഗ്രാമാണ് മറ്റന്നാള്. നമ്മളും വേണമെന്ന്. ആഹാ, പക്ഷെ മുമ്പേ വരെ പോകണ്ടേ? അതിനെന്താ, നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ. അവള് നല്ല മാർക്കൊക്കെ മേടിച്ച് പാസ്സായില്ലേ. ഇന്ന് വൈകുന്നേരമെങ്കിലും നമുക്ക് ഇറങ്ങണം. നീ വേഗം ചെന്ന് പാക്കിംഗ് എടുത്ത് എല്ലാം റെഡിയാക്കി അവർ യാത്രയായി. എയർപോർട്ടിൽ അവരെ കൂട്ടാൻ അവളും ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷത്തോടെ അവരുടെ കൂടെ അവൾ ആ നാട് മുഴുവനും ചുറ്റി നടന്ന് കാണിച്ചു. അവിടുത്തെ പ്രശസ്തമായ ശിവാനിയെ പറ്റിയും വാത്തോരാതെ അവൾ പറയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവളെ കാണിക്കാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. കോൺവൊക്കേഷൻ ഡേ ഹാളിൽ ഒരുപാട് കുട്ടികൾ കൂട്ടം കൂടി നിൽപ്പുണ്ട്. തമ്മിൽ പലതും പറഞ്ഞ് ചിരിക്കുകയും ഫോട്ടോസ് എടുക്കുകയും ചെയ്യുന്നു. നില, നില, നീ എവിടെയായിരുന്നു? ഫോണിലും കിട്ടുന്നില്ലായിരുന്നു. ഒരു സുന്ദരിയായ മെലിഞ്ഞ പെൺകുട്ടി അവിടേക്ക് വന്നു. എൻ്റെ അമ്മയെ അച്ഛനും കൊണ്ട് കറക്കത്തിലായിരുന്നു. അവർ അച്ഛനെയും അമ്മേനെയും നോക്കി. നമസ്കാരം അങ്കിൾ. നിലയെ ഞങ്ങൾ എപ്പോഴും ഇതുപോലെ കറങ്ങാൻ വിളിച്ചിട്ടുണ്ട്, ബട്ട് അവൾ വന്നിട്ടില്ല. പരാതി പറയും പോലെ പായൽ അവരോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനെല്ലാം ഒരു ചിരിയിൽ അവർ മറുപടി ഒതുക്കി. ഡി അടക്കാക്കുരുവി! ശബ്ദം കേട്ട എല്ലാവരും അവിടേക്ക് നോക്കി. ചെറുപുഞ്ചിരിയോടെ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നു. അമ്മേ, അച്ഛാ, ഇതാണ് ഉണ്ണിത്താൻ, ആനന്ദ് എസ് ഉണ്ണിത്താൻ. എല്ലാവരെയും പരിചയപ്പെടുത്തി. അവരെല്ലാവരും അവരുടേതായ ലോകത്തേക്ക് ചേക്കേറി. അപ്പോഴും നില അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെ നിന്നു. പ്രോഗ്രാം എടുക്കാറായപ്പോൾ പായൽ അവരുടെ അടുത്തേക്ക് ചെന്നു. യാർ, നമ്മുടെ ചീഫ് ഗസ്റ്റ് മാറ്റമുണ്ട്. ആദ്യം ഏതോ ഒരു കൂറ മിനിസ്റ്റർ അല്ലായിരുന്നോ? അത് മാറി. പകരം ശിവാനി സിൻഹയാ വരുന്നത്. അവർ സമ്മതിച്ചില്ലായിരുന്നു. ആരുടെ സ്ട്രോങ് ആയിട്ടുള്ള പ്രഷർ കാരണം അവർ വരുന്നത്. അത് കേട്ട് നില ചിരിച്ചു. ആ പേര് കേട്ടതും അവർ രണ്ടും നിലയെ നോക്കി. നില അതേ എന്ന രീതിയിൽ തലയാട്ടി. പൊടുന്നനെ വില കൂടിയ ഒരു ആഡംബരക്കാർ അവിടേക്ക് വന്നു. ശിവാനിജി. നിലയുടെ നോട്ടം പോയിടത്തേക്ക് രാമന്റെയും രമയുടെയും നോട്ടം പോയി. ചുവന്ന സാരിയിൽ ആ പെൺകുട്ടി അതീവ സുന്ദരിയായി കാണപ്പെട്ടു. ഉറച്ച കാൽവെപ്പോടെ സ്റ്റേജിലേക്ക് കയറി. ഓരോരുത്തരെ സ്റ്റേജിലേക്ക് വിളിച്ചു. നിലരാമൻ പേര് കേട്ടത് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി അവൾ സ്റ്റേജിലേക്ക് കയറി. നിലയെ കണ്ടത് ശിവാനി പുഞ്ചിരിച്ചു. അവൾക്ക് സർട്ടിഫിക്കറ്റ് കൈമാറിയതിനു ശേഷം കെട്ടിപ്പിടിച്ചു. എല്ലാവരും ഞെട്ടി നോക്കി. ഇവൾ കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ബിക്കോസ് ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇവളാണ് എന്നോട് ഇവിടെ വരുമോ എന്ന് ചോദിച്ചത്. ശിവാനി എല്ലാവരോടുമായി പറഞ്ഞു. പായൽ അവളെ നോക്കിയപ്പോൾ നില കണ്ണടച്ച് കാണിച്ചു. ഈവനിങ് കാണാമെന്നും പറഞ്ഞു ശിവാനി പിരിഞ്ഞു. എല്ലാവരും അവളെ പൊതിഞ്ഞു. അറിയേണ്ടത് ഒരേ ഒരു കാര്യം, എങ്ങനെ ശിവാനി അറിയാമെന്നത്. എന്നാൽ അവൾ ആർക്കും മറുപടി കൊടുക്കാതെ ഒരു ചിരിയിൽ ഒതുക്കി. എങ്ങനെയാ മോളെ നിനക്ക് ആ കുട്ടിയെ പരിചയം? അമ്മ എന്നോട് ചോദിച്ചു. ഇവിടെയുള്ള ഒരു അനാഥാലയത്തിൽ വെച്ചാണ് ശിവാനി ഞാൻ ആദ്യമായി കാണുന്നത്. ഇടയ്ക്ക് ഞാനും അവിടെ പോകാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞിട്ടില്ലേ. അവരുണ്ടെന്ന രീതിയിൽ തലയാട്ടി ശിവാനി അവിടെ വരുമായിരുന്നു. തികച്ചും ഒരു സാധാരണക്കാരിയെപ്പോലെ. അവരാരാണെന്നറിയാതെയാണ് ഞങ്ങൾ കൂട്ടായത്. ആരോടും അങ്ങോട്ട് കയറി മിണ്ടുന്ന സ്വഭാവമില്ലാത്ത ഞാൻ. പക്ഷേ ശിവാനിയോട് അങ്ങോട്ട് കയറി വേണ്ടി. അവരാരാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സ്റ്റക്കായിപ്പോയി. ഞാൻ കേട്ടറിഞ്ഞയാളും നേരിൽ കണ്ടയാളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ട്ഷിപ്പ് ഞാൻ മറച്ചു വെച്ചിട്ട് വെറുതെ. അവളുടെ ബിസിനസ്സിൽ എന്നെ വെച്ചാരും അവൾ ഫോഴ്സ് ചെയ്തെന്ന് കരുതി. ശിവാനി ഇന്നിങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. അതിൻ്റെ റീസൺ അവളോട് തന്നെ ചോദിക്കണം. നല്ലൊരു കുട്ടിയാണ്. പറ്റുമെങ്കിൽ നീ വീട്ടിൽ കൊണ്ടുവരണം, അച്ഛൻ തലോടിക്കൊണ്ട് പറഞ്ഞു. പ്രോഗ്രാമിന് ശേഷം വൈകിട്ട് പാർട്ടി ഉണ്ടെന്നും പറഞ്ഞ് പായൽ അവളെയും കൂട്ടിക്കൊണ്ടു പോയി. അവൾ പോകുന്നില്ലെന്ന് കുറേ പറഞ്ഞതാ. എന്നാൽ പായലിൻ്റെ നിർബന്ധം കാരണമാണ് അവൾ പോയത്. രാത്രിയായിട്ടും അവൾ മടങ്ങിയെത്തില്ല. ചേട്ടാ, അവൾ ഇനിയും വന്നിട്ടില്ലല്ലോ. സമയം ഒരുപാടായി. എനിക്കെന്തോ ഒരു ഉൾഭയം തോന്നുന്നു. താൻ എന്തിനാണോ ഇങ്ങനെ ടെൻഷനാവുന്നത്? അവൾ വരും. രാമൻ രമയെ സമാധാനിപ്പിക്കുമ്പോഴും അയാളുടെ ഉള്ളിലും കാരണമറിയാത്ത ഒരു ഭയം
കാർന്ന് തിന്നാൻ തുടങ്ങിയിരുന്നു. 12 കഴിഞ്ഞിട്ടും അവളെ കാണാതായപ്പോൾ രണ്ടുപേരും നല്ലതുപോലെ ഭയന്നു. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അയാൾ അവളെ തിരക്കിറങ്ങാൻ തീരുമാനിച്ചു. അവൾ പോയ പാർട്ടിയിൽ ചെന്നപ്പോൾ ആ പാർട്ടി കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയെന്നും അയാൾ പറഞ്ഞു. ആ രാത്രി മുഴുവൻ അവൾക്ക് വേണ്ടി അവർ എല്ലായിടത്തും തിരിഞ്ഞു നടന്നു. കണ്ടെത്താനായില്ല. പിറ്റേന്ന് രാവിലെ വന്നൊരു ഫോൺ കോളിൽ രാമന്റെ സർവ്വനാടുകളും തളർന്നുപോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഫോൺ ഊർന്ന് താഴേക്ക് വീണു. എന്തു പറ്റിയേട്ടാ? അവൾ വിവരം എന്തെങ്കിലും കിട്ടിയോ? ആരാ വിളിച്ചത്? അയാൾ ഒന്നും പറയാതെ വെളിയിലേക്ക് പോകാൻ തുടങ്ങി. എന്താ ചേട്ടാ? എന്നോട് കൂടി പറ. രമ അയാളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നമ്മളെ മോൾക്കെന്താ? അവള് ഹോസ്പിറ്റലിൽ. രമയെ ആകെ ഞെട്ടി. എന്താ പറഞ്ഞത്? അവളെങ്ങനെ? അവരതും പറഞ്ഞ് താഴേക്ക് ഊർന്നു വീണു. നീ തളരാതെ വാ, നമുക്ക് നോക്കണ്ടേ? അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഡോക്ടർ, എൻ്റെ മോള്, അവൾക്ക് എന്താ പറ്റിയത്? ഡോക്ടർ കുറേ നേരം മൗനം പാലിച്ചു. ശേഷം രമയെ പുറത്തേക്ക് പറഞ്ഞയച്ചു. ഞാൻ പറയാൻ പോകുന്ന കാര്യം ക്ഷമയോടെ കേൾക്കണം. നിലയുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. അതുമല്ല, അവൾ ഡോക്ടർ പറയാതെ പകുതി വെച്ച് നിർത്തി. ഡോക്ടർ പ്ലീസ്, അവൾക്ക് എന്താ പറ്റിയത്? അവൾ ക്രൂരമായൊരു ഗ്യാങ് റേപ്പിന് വിധേയമായിട്ടുണ്ട്. രാമൻ അലറി വിളിച്ചു. നിസ്സഹായമായി നോക്കി നിൽക്കാൻ മാത്രമേ ഡോക്ടറിന് കഴിഞ്ഞുള്ളൂ. തുടരും.